മലയാളികൾക്ക് ഏറെ പ്രിയങ്കരായ ഒരു ഗാനരചയിതാവിനോടൊപ്പമാണ് നമ്മളിന്ന്. വയലാറും പി ഭാസ്കരൻ മാസ്റ്ററും ONV കുറുപ്പും ശ്രീകുമാരൻ തമ്പിയുമൊക്കെ കത്തിജ്വലിച്ചു നിന്ന കാലത്ത് ഈ രംഗത്തേക്ക് കടന്നു വരികയും സ്വന്തമായി ഒരിടം നേടി നിലനിൽക്കുകയും ചെയ്ത ശ്രീ ബിച്ചു തിരുമല. മലയാളികളെ ഏറെ ഇഷ്ടത്തോടെ ഓർത്തിരിക്കുന്ന ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുടെ രചയിതാവ് ശ്രീ ബിച്ചു തിരുമലയുടെ കാവ്യജീവിതത്തിലേക്കുള്ള രചനാ ജീവിതത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ്. സർ, മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഗാനരചയിതാക്കൾ വയലാറിനെയും പി ഭാസ്കരനെയും ONV കുറുപ്പിനെയും ശ്രീകുമാരൻ തമ്പിയൊക്കെ പോലെയുള്ള ആൾക്കാർ ഏറ്റവും സജീവമായിട്ട് അവരുടെ ഗാനരചന തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് സാറിൻ്റെ കടന്നു വരവ്. എങ്ങനെയായിരുന്നു ഒരു അനുഭവം? എങ്ങനെയായിരുന്നു തുടക്കം? എങ്ങനെയായിരുന്നു ഈ കടന്നു വരവ് തന്നെ ഞാൻ അറിയാതെയാണ്. അത് ശരി. ഞാൻ അറിയാതെന്ന് വെച്ചാൽ ഞാൻ ഈ പ്രൊഡ്യൂസറെ അവിചാരിതമായിട്ട് ഞാൻ ജോലി ചെയ്തിരുന്ന ഫാക്ടറിയിൽ വെച്ച് കാണുകയാണ്. അപ്പോൾ അദ്ദേഹം പടം എടുക്കുന്ന സമയത്ത് എൻ്റെ ഒരു അമ്മാവനാണ്, മാവനെന്നോ കൊച്ചച്ഛനൊക്കെ പറയാം, അച്ഛൻ്റെ അനിയനാണ്. അപ്പോൾ കൊച്ചച്ഛൻ തന്നെ പറയാം, ഡോക്ടർ SK നായർ മദ്രാസിൽ. അപ്പോൾ അവിടുന്ന് SK മാമൻ പിന്നെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ സുശീലയ്ക്കൊരു, എൻ്റെ അനിയത്തി സുശീല പാട്ടുകാരിയാണല്ലോ, അപ്പോൾ അവൾക്കൊരു ചാൻസ് വന്നിട്ടുണ്ട്, പറ്റുകയാണെന്നുണ്ടെങ്കിൽ വന്നൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു വോയിസ് ടെസ്റ്റൊക്കെ നടത്തിയിട്ട് കിട്ടുകയാണെങ്കിൽ പാടിയിട്ട് പോകാമെന്ന് പറഞ്ഞു. ഇവിടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും സുശീലയായിട്ട് പോകുമായിരുന്നു. അവിടെ ചെന്ന് ടെസ്റ്റ് കഴിഞ്ഞപ്പം എഗ്രി ചെയ്തു. കാരണം പിന്നെ നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമിയായിരുന്നു സംഗീതം. ഇതിനിടയിൽ എൻ്റെ കാര്യം പറയാൻ മറന്നില്ല. ബിച്ചു തിരുമല എന്ന പേരിലാണ് അറിയപ്പെടുന്ന ഒരു ഒറിജിനൽ നെയിം ശിവശങ്കരൻ നായർ എന്നാണെങ്കിൽ, അപ്പോൾ ഈ ബിച്ചു തിരുമല എന്നാണ് ഞാൻ അവിടെ ചങ്ങരടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ ബിച്ചു എന്നുള്ള എൻ്റെ ആ പേര് ആണ് എന്നെ രണ്ടാമത് മദ്രാസിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ളൊരു കാരണം ഉണ്ടാക്കിയത്. അങ്ങനെ ഇവർ വീട്ടിൽ വന്നിട്ട് എന്നെ അങ്ങോട്ട് അയക്കുകയും ഞാൻ അവിടെ ചെന്ന് എന്തിനാണെന്ന് പോലും അറിയാതെ ഞാൻ അവിടെ ചെന്ന് പിന്നെ ഓഫീസ് ജോലികളൊക്കെ ചെയ്തൊക്കെ വേണം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കൂടെയാണ് അപ്പം ഇത് പിന്നെ അങ്ങനെയാണ് ഞാൻ ഈ സംവിധാന സഹായം പഠിക്കുന്നത്. അങ്ങനെയാണ് സഹായം. പക്ഷെ അപ്പോഴും ഞാൻ ഈ പാട്ട് എഴുതുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അതാണ് ശബരിമല ശ്രീധർമ്മ ശാസ്ത്രം. അങ്ങനെ പടം റിലീസ് ചെയ്തു. അപ്പം സംവിധാന സഹായികളുടെ കൂട്ടത്തിൽ എൻ്റെ പേര് വന്നു. എല്ലാം കണ്ട് ഞാൻ പിന്നെ അവരെല്ലാം എൻ്റെ പ്രൊഡ്യൂസറെല്ലാം നാട്ടിലേക്ക് പോകുന്നു, ഞാൻ പോകുന്നൊന്നുമില്ല, അവിടെ തന്നെ. അങ്ങനെ ഇരിക്കെ നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ടാണ് വിതുര ബേബി. വിതുര ബേബിക്ക് ഞാനൊരു പാട്ട് എഴുതി അയച്ചു കൊടുത്തു, ചുമ്മാ പ്രസിദ്ധീകരിക്കണം. സിനിരമ എന്ന് പറയുന്ന ജനയുഗത്തിൻ്റെ ഒരു വീക്കിലി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആ പാട്ട് പ്രസിദ്ധീകരിച്ചു വന്നു. അപ്പോൾ അതേ പേജിൽ തന്നെ CRK നായരുടെ, അതായത് എൻ്റെ പ്രൊഡ്യൂസറുടെ ഈ മലയാള സിനിമയെ പറ്റിയുള്ള ഒരു ലേഖനം, ഒരു പടം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാവില്ല. അപ്പോൾ അതൊക്കെ കൂടെ വെച്ചുകൊണ്ട് അത് എഴുതി. ഇത് രണ്ടും കൂടെ ഒരു പേജിൽ തന്നെ വന്നു. അപ്പോൾ ഞാൻ ഈ കവിത എഴുതുന്ന കാര്യമുള്ള, കവിത എല്ലാവരും പാട്ട് തന്നെയാണ്, അത് പുള്ളിയെടുത്ത് പറഞ്ഞിട്ടില്ല. ഇത് നോക്കിയപ്പോൾ നല്ല പാട്ട്, ഈ പാട്ട് എഴുതുമോ? എന്നിട്ട് എന്തെടുത്ത് ഇതുവരെ പറഞ്ഞില്ലല്ലോ, ഒരു വർഷം മുഴുവൻ കൂടെ ഉണ്ടായിരുന്നിട്ട് അതൊന്നും എൻ്റെ പറഞ്ഞില്ലല്ലോ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇയാളുടെ അടുത്ത് പറയാതെ തന്നെ ഇതെടുത്ത് കൊടുത്ത് ട്യൂൺ ചെയ്യിച്ചിട്ട് ഇയാളെ ഇപ്പം അടുത്ത പടത്തിന് വേണ്ടി പിന്നെ ജയവിജയന്മാരുടെ അടുത്ത് പറഞ്ഞു, അയാൾ വരുമ്പോൾ പറയരുത് ഇത് ട്യൂൺ ചെയ്താണല്ലോ. ട്യൂൺ ചെയ്യാനെടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല പാട്ട് അവർ ട്യൂൺ ചെയ്തു. ട്യൂൺ ചെയ്ത് റെക്കോർഡിങ്ങിൻ്റെ തലയ്ക്കും തലേദിവസം എന്നെ വിളിച്ച് പറയാണ്, ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പേര നടന്നാൽ മാത്രം പോരാ, ഇതിൻ്റെ പാട്ടിൻ്റെ ലൈൻസൊക്കെ എഴുതിയെടുത്തിട്ട് എല്ലാ പത്രങ്ങൾക്കും കൊടുക്കാനുള്ളതല്ലേ, അതിൻ്റെ കുറച്ച് കോപ്പി എടുക്കണം, അതൊന്ന് ജയവിജയന്മാരുടെ ഉണ്ട്, അത് പോയി എടുത്തോളൂ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പാട്ട് ഇത് ഞാനിത് പത്രത്തിൽ ഒന്നും അറിഞ്ഞില്ല, കാരണം ഇത് മദ്രാസിലാണ്. ഈ സിനിരമ ഇവിടെ ഇറങ്ങുന്നുണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് അവിടെ അറിയില്ലല്ലോ. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ എൻ്റെ പാട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ല ഇത് പാടി ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ വിചാരിച്ചത് എങ്ങനെ ഇവിടെ കിട്ടിയത്, ഒരു പിടിയും കിട്ടിയില്ല. അപ്പം ഞാൻ മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതേ രാഗത്തിൽ തന്നെ വേറെ പാട്ടുകളൊക്കെ പാടി അങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ നേരത്തെ പാടിയ പാട്ട് ഏതാ, അതേതാ പേപ്പറിലും കണ്ടോന്ന്, എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ ലൈൻസ് വേണം. ചേട്ടൻ പറഞ്ഞു, ഞാനാ ചേട്ടനെ വിളിച്ചു അവർ. ഇവരിങ്ങനെ വന്ന് ലൈൻസ് വേണമെന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്യണ്ടേ, കൊടുക്കുക. അയാൾ നമ്മുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിലും നമ്മളയാളടുത്ത് പറയണ്ടേ, എന്തായാലും കൊടുക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് താൻ തന്നെയാണ് പിന്നെ ഗാനരചയിതാവ്. താൻ സിനിമയിൽ അയച്ച പാട്ടിന് ചേട്ടൻ കണ്ടു, അതാണ് ഇപ്പം ഞങ്ങളുടെ അടുത്ത് അതാ ട്യൂൺ ചെയ്തുകൊണ്ടിരുന്നു പറഞ്ഞു. ആ ഒരു സെക്കൻഡ് ഉണ്ടല്ല,
ചിന്തിക്കാൻ പോലും പോയി. അതേതായിരുന്നു പാട്ട്? ആ പാട്ട് ബ്രാഹ്മ മുഹൂർത്തത്തിൽ പ്രാണസഖി. അതൊരു ഒന്നാം തരം ഒരു മുഹൂർത്തമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചു പറയാം, ലോകത്തിൽ ഒരേ ഒരാളെ 402 ചിത്രങ്ങൾക്ക് വേണ്ടി തൂലിക ചലിച്ചിട്ടുള്ളൂ, പാട്ട് എഴുതിയിട്ടുള്ളൂ. വേറെ ആരുമില്ല, ഭൂലോകത്തിലില്ല. അത് ഞാനാണ്.